പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ നവീകരണത്തിനും ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികരണത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ നിത്യം. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവ്വവും.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. സകലത്തിൻ്റെയും നാഥ നീക്കും. കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരനെ, സംഗീത പുസ്തകത്തിൽ നിന്നുള്ള വായന സാക്ഷി കൂടാതെ സ്ഥാപിച്ച ദിവസം മേഘം അതിനെ ആവരണം ചെയ്തു. അഗ്നി പോലെ പ്രകാശിച്ചുകൊണ്ട് സന്ധ്യ മുതൽ പ്രഭാതം വരെ അത് കൂടാരത്തിന് മുകളിൽ നിന്നു. നിരന്തരമായി അത് അങ്ങനെ നിന്നു. പകൽ മേഘവും രാത്രി അഗ്നിരൂപവും
ആവരണം ചെയ്തിരുന്നു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര തിരിക്കും. മേഘം നിലനിൽക്കുന്നിടത്ത് അവർ പാളയമടിക്കും. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു. അവിടുത്തെ കൽപ്പന പോലെ അവർ പാളയമടിച്ചു. മേഘം കൂടാരത്തിന് മുകളിൽ നിശ്ചലമായി നിൽക്കുന്നിടത്തോളം സമയം അവർ പാളയത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. A reading from the letter to the Hebrews. May God bless you. Above the box were the winged creatures representing God's presence, with their wings spread over the place where sins were forgiven. But now is not the time to explain everything in detail. This is how those things have been arranged. The priests go into the outer tent every day to perform their duties, but only the high priest goes into the inner tent, and he does so only once a year. He takes with him blood which he offers to God on behalf of himself and for the sins which the people have committed, without knowing they were sinning. The Holy Spirit clearly teaches from all these arrangements that the way into the most holy place has not yet been opened, as long as the outer tent still stands. This is an illustration which points to the present time. It means that the offerings and animal sacrifices presented to God cannot make the worshipper's heart perfect, since they have to do only with food, drink, and various purification ceremonies. These are all the outward rules which apply only until the time when God will establish the new order. But Christ has already come as the high priest of the good things that are already here. The tent in which he serves is greater and more perfect. It is not a tent made by human hands. That is, it is not a part of the created world. When Christ went through the tent, he entered once and for all into the most holy place. He did not take the blood of goats and bulls to offer as sacrifice. Rather, he took his own blood and obtained eternal salvation for us. The blood of goats and bulls are the ashes of a burnt calf, and sprinkled on the people who are ritually unclean, and this purifies them by taking away their ritual impurity. Since this is true, how much more is accomplished by the blood of Christ? Through the eternal Spirit, he offered himself as a perfect sacrifice to God. His blood will purify our consciences from unless rituals, so that we may serve the living God. For this reason, Christ is the one who arranges a new covenant, so that those who have been called by God may receive the eternal blessings that God has promised. This can be done because there has been a death which sets people free from the wrongs they did while the first covenant was in force. The word of the Lord. Thanks be to the God. സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറൂസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവരോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരമെടുത്തു, വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെ പറ്റിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അത്യപൂർവമായ ഒരു പ്രതികരണമാണ് ക്രിസ്തുവിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നത്തെ സുവിശേഷം വായിച്ചു പോകുമ്പോൾ നമുക്ക് കാണാനാവുക. ഏതൊരു മനുഷ്യനെ പോലെയും പലതരത്തിലുള്ള വികാരങ്ങളും വിചാരങ്ങളും ഉള്ളവനാണ് ക്രിസ്തു എന്ന് ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് പ്രത്യേകമായി മനസ്സിലാകും. ദേവാലയത്തിലെ കച്ചവടക്കാരെ കണ്ടപ്പോൾ ആഞ്ഞടിക്കുന്ന വല്ലാത്തൊരു പ്രതികരണം പേറുന്ന ക്രിസ്തു ഇന്ന് നമ്മ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത് ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ്, ഏത് സമയത്താണ് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനാണ്. ക്രിസ്തു പ്രധാനമായും ഇങ്ങനെ പ്രതികരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പിതാവായ ദൈവത്തിന് അർപ്പിക്കാൻ പോകുന്ന വലിയ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള കച്ചവടങ്ങൾ ജെറൂസലേം ദേവാലയത്തിൽ നടക്കുന്നത് കണ്ടുകൊണ്ടാണ്. പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് എന്ന് പറഞ്ഞ് ഈശോ അവിടെയുള്ള മനുഷ്യരെയൊക്കെ ആട്ടിയോടിക്കുന്നു. ചമ്മട്ടി കൊണ്ട് അവരെ ഓരോരുത്തരെയും ഓടിപ്പിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും എൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കരുത്. കച്ചവടത്തിനൊരു പ്രത്യേകതയുണ്ട്, കച്ചവട സ്ഥലത്തിനും പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട മനോഭാവം എനിക്കെന്ത് കിട്ടും എന്നതിനെക്കുറിച്ചുള്ള ഒരു ആകുലതയും പേറി നടക്കുന്ന ഒരുപാട് മനുഷ്യരുടെ ഒരു സ്ഥലമാണ് കച്ചവട സ്ഥലം. പലപ്പോഴും എന്തൊക്കെയാണ് എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുക, മറ്റുള്ളവരിൽ നിന്ന് എൻ്റെ ലാഭത്തിന് വേണ്ടി എനിക്ക് എന്തൊക്കെ സ്വീകരിക്കാൻ സാധിക്കുമെന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രം മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യരെയാണ് നമ്മൾ കച്ചവടക്കാർ എന്ന് പറയുന്നത്. പക്ഷെ ക്രിസ്തു ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണമെന്നുള്ളതുമാണ്. നമ്മളൊക്കെ ശരീരമുള്ളവരാണ്, അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുക. നഴ്സുമാരായ നിങ്ങൾക്ക് കുറേ പേർക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എന്തുമാത്രം കിലോ ഉണ്ടെന്ന്. 2.5 കിലോ അല്ലെങ്കിൽ 2.25 കിലോ, ചിലപ്പോൾ വണ്ണമുള്ള കുട്ടിയാണെങ്കിൽ 3 കിലോ ഒക്കെയാണ് സാധാരണ ഒരു കണക്ക്. പക്ഷെ നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് 60, 70, 80, വലിയ ശക്തിയുള്ളവരൊക്കെ 90 കിലോ ഒക്കെ ഉള്ളവരാണ്. അങ്ങനെ ആർജിച്ചെടുത്ത ഒരു വലിയ ശരീരവും പേറി നമ്മളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്തു കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു, അവനീ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്, ക്രിസ്തുവിൻ്റെ ശരീരത്തെക്കുറിച്ചാണ് ക്രിസ്തു പ്രധാനമായും ഇവിടെ നമ്മളോട് പറഞ്ഞു തരിക. നമ്മൾ ആർജിച്ചെടുത്ത നമ്മുടെ തൂക്കവും നമ്മുടെ കഴിവുകളും ഒന്നുമല്ല, മറിച്ച് ക്രിസ്തു വിഭാവനം ചെയ്യുന്ന
ക്രിസ്തുവിൻ്റെ ശരീരം എങ്ങനെയായിരുന്നോ അതുപോലെയായിട്ടുള്ള ആലയങ്ങളായി മാറാനാണ്. ക്രൂശിതൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അവൻ ചെറുപ്പം മുതലേ ദൈവത്തിനായി വിട്ടുകൊടുത്തൊരു ശരീരമായിരുന്നു. 33-ാം വയസ്സിൽ ഏറ്റവും ആത്യന്തികമായി അവൻ കുരിശിൽ തൻ്റെ ശരീരം പിതാവായ ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി സമർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഈ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ഓരോരുത്തരും ആർജിച്ചെടുക്കേണ്ടതെന്ന് ഈശോ നമ്മൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ പ്രത്യേകമായി ചിന്തിക്കേണ്ടത് നമ്മുടെ ശരീരം എന്തുമാത്രം പരിശുദ്ധമായി നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാനായിരിക്കുന്ന സമൂഹത്തിൽ, ഞാനായിരിക്കുന്ന കുടുംബത്തിൽ, എൻ്റെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ചിന്തകളിൽ എൻ്റെ ശരീരം എന്തുമാത്രം ശുദ്ധിയോടുകൂടി സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ വിശുദ്ധി അനിവാര്യമാണെന്ന് ഈശോ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. മറ്റുള്ളവർക്കായി കൊടുക്കുന്ന ഒരു ശരീരവും മനസ്സുമാണ് നിനക്കുണ്ടാകേണ്ടതെന്ന് ഈശോ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. കുടുംബത്തിൻ്റെ ദേവാലയം എന്നുള്ളൊരു സങ്കല്പമുണ്ട്. ഗാർഹിക സഭ എന്നൊക്കെ പറയുന്ന കുടുംബവും ഒരു ദേവാലയമായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും സഭ ഓർമ്മപ്പെടുത്തുക. ഗാർഹിക സഭയുടെ കുടുംബനാഥനും കുടുംബനാഥയും അതോടൊപ്പം തന്നെ മക്കളുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു സഭയാണ് നമ്മുടെ കുടുംബം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വത്തിക്കാൻ കൗൺസിൽ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പരിശുദ്ധിയോടുകൂടിയാണ് ഈ കുടുംബത്തിൽ ആയിരിക്കുക എന്നുള്ളത് ചിന്തിക്കുന്നത് നല്ലതാണ്. ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള ഇടമാണ് ദൈവത്തിൻ്റെ ആലയം. കൊടുക്കുന്ന സ്ഥലമാണ് ദൈവത്തിൻ്റെ ഇടമെന്ന് പറയുക. ഭാര്യ ഭർത്താവിനും, ഭർത്താവ് ഭാര്യയ്ക്കും, അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരുപാട് കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഇടത്തിനെയാണ് ദൈവത്തിൻ്റെ ഇടമെന്നൊക്കെ പറയുക. നമ്മൾ ആ ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെ ദൈവം വസിക്കുന്നുണ്ട്. അവരുമായി ഇടപഴകുമ്പോഴും അവരുടെ പെരുമാറ്റങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ആ കുടുംബത്തിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അത് ദൈവത്തിൻ്റെ ഒരു ആലയമാണ്. ആ കുടുംബം സ്വർഗമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ്. ജീവിതത്തിൽ മറ്റുള്ളവർക്കായി കൊടുക്കുന്ന നല്ല കുടുംബങ്ങളാണ് ദൈവത്തിൻ്റെ ആലയം എന്നറിയപ്പെടുക. അതോടൊപ്പം തന്നെ സഭയിലും സമൂഹത്തിലുമൊക്കെ നീ എന്തുമാത്രം മറ്റുള്ളവർക്കായി കൊടുക്കുന്നുണ്ട് എന്നതും പ്രധാനപ്പെട്ടതാണ്. നിൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നണമെങ്കിൽ നിൻ്റെ സമൂഹത്തിൽ നിനക്ക് മറ്റുള്ളവർക്കായി എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കണം. പലതരത്തിലുള്ള കഴിവുകളുള്ളവരാണ് നമ്മളൊക്കെ. കഴിവുകളില്ലാത്ത ഒരുവൻ പോലുമില്ല. അതുകൊണ്ട് തന്നെ നിൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന കഴിവുകൾക്കനുസരിച്ച് നിൻ്റെ സമൂഹത്തിലും കുടുംബത്തിലും നീ എന്തുമാത്രം മറ്റുള്ളവർക്കായി കൊടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ദൈവം വസിക്കുന്നതിൻ്റെ മാനദണ്ഡമാക്കാൻ സാധിക്കുക. ഭവനത്തിൻ്റെ ആത്മീയത എന്ന് പറയുന്നത് ഈ കൊടുക്കലുകൾ തന്നെയാണ്. കഴിഞ്ഞ വർഷം ഇവിടെ ഫ്ലവേഴ്സ് ചാനലിൽ ടോപ്പ് സിംഗർ എന്ന് പറയുന്ന ഒരു പരിപാടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൽ അതിഥിയും അനന്യയും എന്ന് പറയുന്ന ഒരു ചേച്ചിയും അനിയത്തിയും ഉണ്ടായിരുന്നു. നിങ്ങളും സാധാരണ കാണാറുണ്ടെങ്കിൽ മനസ്സിലാവും. അതിഥി ചേച്ചിയാണ്, അനന്യ അനീതി. അതിഥി ഏറ്റവും മനോഹരമായി പാടിയതിന് ശേഷം അതിൻ്റെ ജഡ്ജസ് അവളോട് ചോദിച്ചു, നീ മനോഹരമായി പാടിയിട്ടുണ്ട്, നിൻ്റെ ആഗ്രഹം എന്താണ്? അപ്പോൾ അതിഥി പറഞ്ഞത് അവിടെയുള്ള ജഡ്ജസിൻ്റെയും അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെയൊക്കെ കണ്ണ് നനയിപ്പിച്ചു. അവൾ പറഞ്ഞത് ഇപ്രകാരമാണ്, I want to have some hugs and kisses from my mom. എൻ്റെ അമ്മയിൽ നിന്ന് എനിക്ക് കുറച്ച് കെട്ടിപ്പിടിക്കലുകളും ചുംബനങ്ങളുമാണ് ആഗ്രഹിക്കുന്നത്. അമ്മയെ വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ മകൾ ഇങ്ങനെ പറഞ്ഞതെന്ന് ജഡ്ജസ് ചോദിച്ചപ്പോൾ അമ്മ അത് സമ്മതിച്ചു. അമ്മ പറഞ്ഞു, ഇതങ്ങനെ സംഭവിച്ചതാണ്. അവളുടെ താഴെ വരുന്ന അനീതി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് കുറേയൊക്കെ ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ
മൂത്തവളെ ശ്രദ്ധിക്കാനും അവളെ സ്നേഹിക്കാനും എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ കൂടുതലായി പരിഗണിക്കാനോ സ്നേഹിക്കാനോ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നത്. അമ്മ ശപഥം ചെയ്തു, ഞാനിനി അവൾക്ക് കൂടുതൽ പരിഗണനയും സ്നേഹവും ചുംബനങ്ങളും കൊടുത്തേക്കാം. പലപ്പോഴും സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മുടെ കുടുംബത്തിൽ തന്നെ പലപ്പോഴും ഇതുപോലെയുള്ള നിർമ്മലമായ സ്നേഹം ലഭിക്കാതെ എന്നാൽ ഒരുപാട് ആഗ്രഹത്തോടെ ജീവിക്കുന്ന കുടുംബനാഥയും മക്കളുമൊക്കെ ഉണ്ട്. പലപ്പോഴും അവരുടെ മനസ്സ് കാണാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബം ഒരു ദേവാലയമാണെന്ന് പറയാനൊക്കെ മടിയായി മാറും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിൻ്റെ ജീവിതം ഏറ്റവും മനോഹരമാകണമെങ്കിൽ നിന്നെക്കൊണ്ടാകുന്ന വിധത്തിൽ കൊടുക്കാൻ നിനക്ക് സാധിക്കണം. നിനക്ക് സ്നേഹം കൊടുക്കാൻ സാധിക്കുന്ന അവസരങ്ങളിൽ അത് കൊടുക്കേണ്ട സാഹചര്യങ്ങളിലും സമയങ്ങളിലും നീ കൊടുത്തില്ലെങ്കിൽ പലപ്പോഴും അത് ആഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ കുറവ് അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുമെന്ന് ഈശോ നമ്മോരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രതികരണം വളരെ ഹാർഷായിട്ടുള്ളൊരു പ്രതികരണമാണ് ക്രിസ്തു നടത്തുന്നത്. ക്രിസ്തു പ്രതികരിക്കുന്നത് പോലെ തന്നെ നമ്മളും പ്രതികരിക്കാറുണ്ട്. നമുക്കൊക്കെ നല്ല പ്രതികരണങ്ങളുള്ളതാണ്. മറ്റുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അരുതാത്തതൊക്കെ കാണേണ്ടി വരുമ്പോഴൊക്കെ നിശിതമായൊക്കെ വിമർശിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അക്കറ്റം അതിന് മാത്രം അവരെ നശിപ്പിക്കുന്ന തരത്തിൽ പോലും വിമർശിക്കുന്ന ചില മനുഷ്യരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രതികരിക്കേണ്ടത് എപ്പോഴാണെന്ന് ക്രിസ്തു നമ്മോരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തു സുവിശേഷത്തിൽ പ്രതികരിക്കുന്നത് തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്താനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിന് ഹാനികരമാകുന്ന രീതിയിൽ ബലി സമർപ്പിക്കാനും സാധിക്കാത്ത അവസ്ഥയിലാണ് ക്രിസ്തു പ്രതികരിക്കുന്നത്. നമ്മൾ പ്രതികരിക്കേണ്ടതും ഇതുപോലെ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരത്തിൻ്റെ അശുദ്ധി കടന്നുകൂടുമ്പോൾ എൻ്റെ ജീവിതം മലിനപ്പെടുമ്പോഴാണ് ഞാൻ തന്നെ പ്രതികരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിനും സ്വാതന്ത്ര്യത്തിനുമൊക്കെ എന്തെങ്കിലുമൊക്കെ നാശമുണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രതികരിക്കുന്നത് നല്ലതാണ്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ മലിനപ്പെടുന്ന അവസരമുണ്ടാകുമ്പോൾ അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ പ്രതികരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വളരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ദൈവത്തിൻ്റെ ആലയങ്ങളായി മാറുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ ചുറ്റിലുമുള്ള സഹോദരങ്ങൾക്ക് സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ ഹാനികരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രതികരിക്കുന്നത് വളരെ നല്ലതാണ്. ഈ രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ക്രിസ്തു നമ്മിൽ നിന്ന് അപേക്ഷിക്കുന്നത്. അതല്ലാതെ മറ്റുള്ളവരെ വിമർശിച്ച് നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളല്ല, മറിച്ച് നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രതികരണങ്ങളാണ് ക്രിസ്തു ആഗ്രഹിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടിയും എൻ്റെ തന്നെ ജീവിതത്തിൽ വരുന്ന പാകപ്പിഴകൾക്ക് വേണ്ടിയും സ്വയം പ്രതികരിക്കുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ ഓരോരുത്തരെയും വളർന്നു വരേണ്ടത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി യാചിക്കാം. എൻ്റെ പ്രതികരണങ്ങൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ആകണമെന്നുള്ള ആഗ്രഹത്തോടെ ജീവിക്കാൻ, എൻ്റെ തന്നെ ജീവിതത്തിൽ കടന്നുകൂടുന്ന അശുദ്ധികൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ എൻ്റെ ജീവിതത്തിൽ പ്രതികരണങ്ങൾ വളർത്തിയെടുക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മോരോരുത്തരെയും അനുഗ്രഹിക്കും. കണ്ണിലൂടെയും
ചെവിയിലൂടെയും സ്പർശനങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന അശുദ്ധികളെ ഓർത്ത് നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി മാറ്റാനുള്ള ആഗ്രഹത്തോടും സന്നദ്ധതയോടും കൂടി നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. തിരുസഭയെ കളങ്കമേശാത്ത വധുവാക്കി തീർക്കുവാൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത മിശിഹായെ, നിന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുന്ന ഈ സമൂഹത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നീ പ്രസാദിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൽ നീ പിതാവിനോട് ഒന്നായിരിക്കുന്നത് പോലെ ഞങ്ങളും നിന്നിലൊന്നായിരിക്കുവാൻ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ജലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസ്സാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടിക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി അവിടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായ ശരീരത്തിന്റെ ഉയർപ്പും ജനത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഭദ്രന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പ്രഭുത്വമാർ, ശുശ്രൂഷ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയാഴ്ചയോട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. വിശ്വാസമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസികളെ മരിച്ച ഈ ലോകത്ത് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. വിശാലകൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗ്ഗത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരനെ. ഈ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശേഷത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അണ്ടാത്തൊരു വിശ്വാസത്തോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്യത്തോടെ നിന്ന് എവിടെ അനുസരിക്കുന്ന സുരക്ഷ വീക്ഷിക്കുവേൻ. ഭയഭക്തിമാരെ രഹസ്യങ്ങൾ നിർദ്ദേശം ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാനസികമായി സമാധാന സമാധാനം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സമുദ്രയിൽ കയറി നിശബ്ദരായി ഏകാന്തര ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. പരിശുദ്ധരും അരൂപികളുമായ പ്രൗഢന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. ഒന്നാഴ്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ
കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് പരിപൂർണ മനുഷ്യനായി കന്യകാമറിയത്തിൽ നിന്ന് ജാതനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണം ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാന ആചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ബോസ്കോ പിതാവിന് വേണ്ടി പരിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി പുരോഹിതന്മാർ, സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ, വചന പ്രഘോഷകർ, മിഷണറിമാർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ഈ ദൈവ സമൂഹത്തിന് വേണ്ടി ഇവിടെ ഓരോരുത്തരുടെയും ഇന്നത്തെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനും ഭാവിയും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കൃപ
തിരുമാറിൽ നിറഞ്ഞപ്പോ ശക്തിയേകി ഞങ്ങൾ ശബ്ദരായ യാത്രകൾ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഈ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് കരുണ തോന്നണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരും അശുദ്ധരുമാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവീശോ മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നീക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. യുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയുടെ അമൂല്യമായ രഹസ്യങ്ങളെ നമുക്ക് ഭക്തിയോടെ സമീപിക്കാം. അനുവാദമുള്ള അനുഷ്ഠാനത്തോടെ ബന്ധിച്ചുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തിൽ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സഹത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും ഭാവനയും യാചിക്കുകയും ചെയ്യാം. ജനങ്ങളും കളങ്ങളും അടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശ്രദ്ധയിൽ നിന്ന് വിദേശത്ത് നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകപ്പെടുകയും ചെയ്യാം. യോജിപ്പയുടെ ഭക്തരും കൂടെ ദിവസങ്ങളിൽ പങ്കുകൊള്ളാം.
രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിലവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ജീവിപ്പിക്കുന്ന കർത്താവിശ്വസിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്ഥിരമുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാലിച്ചാലും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. ഇത്രകാലം ജീവിച്ചെന്നാലും നന്ദി തീരുകിൽ.
ശുദ്ധിയും പരിശുദ്ധവും ജീവദായകവും ദേവരഹസ്യങ്ങളെ സമീപിച്ച് ഇവയെ പണ്ടുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതായത്തിന് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അചഞ്ചലമായ സ്നേഹം അനുഭവിക്കുവാനും പൈതൃകമായ പരിപാലനയുടെ മാധുര്യം നുകരുവാനും അങ്ങ് ഞങ്ങളെ അനുവദിച്ചുവല്ലോ. പുതിയ ജെറുസലേമായി സഭയെ തിരഞ്ഞെടുത്ത അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ദിവ്യഭവനത്തിൽ ഒന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുവാനും ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാനും ഭാഗ്യം ലഭിച്ച ഞങ്ങളെ സകല സ്വർഗവാസികളോടുകൂടി അങ്ങേ പരിശുദ്ധനെന്ന് പാടി സ്തുതിക്കുവാൻ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കാരുണ്യവാനായ മിശിഹായ, അങ്ങയുടെ അമൂല്യ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുവചനം ശ്രവിക്കുവാനും തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ശരീരമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തെ വിശുദ്ധമായി സംരക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ നീക്കും. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചുകളയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിലും നമ്മുടെ കുടുംബങ്ങളിലും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേലവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ? നിത്യപുരോഹിതനായ ഈശോ, ദാസരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിന് അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങയുടെ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയോടുകൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിനവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ, വൈദികരുടെ രാജ്ഞിയായ മറിയമേ,
വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ